ഈ പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാൻ പറ്റുന്ന ഒരു ഇക്കോ സിസ്റ്റം, വളരെ ത്രൈവിംഗ് ആയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരിയിലുണ്ട്. കളമശ്ശേരി മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. പേപ്പർ വർക്കുകൾ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇവ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വരൂ, നമുക്ക് ഈ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. ഈ കാണുന്നത് കുസാറ്റ് ക്യാമ്പസിനായി പണിയുന്ന പുതിയ സ്റ്റേഡിയമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു AR/VR പോളിസി അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളം. അതിനുശേഷം നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ മൊബൈൽ ഗെയിംസ്, അതുപോലെ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റിക് റിയാലിറ്റി, ഇങ്ങനെയുള്ള തലങ്ങളിൽ നമ്മുടെ ചെറുപ്പം വളരെ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗെയിമുകളിൽ കേരളത്തിന് നല്ല സാധ്യതയുണ്ട്, നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ് നമ്മളോടൊപ്പമുള്ളത്. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ പ്രത്യേകത, ഈ പുതുതലമുറയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാൻ പറ്റുന്ന ഒരു ഇക്കോ സിസ്റ്റം, വളരെ ത്രൈവിംഗ് ആയിട്ടുള്ളൊരു ഇക്കോ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരിയിലുണ്ട്. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇലക്ട്രോണിക് ഇൻക്യുബേഷൻ സെൻറ്റർ മേക്കർ വില്ലേജ് കളമശ്ശേരിയിലാണ്. അതിനോട് ചേർന്ന് ഇപ്പോൾ നമ്മൾ ഇന്നൊവേഷൻ സോൺ, പുതിയ ഇന്നൊവേഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള ഒരു ഇന്നൊവേഷൻ സോൺ കളമശ്ശേരിയിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഭാവിയിലെ മെറ്റീരിയൽ എന്നറിയപ്പെടുന്ന ഗ്രഫീൻ്റെ റിസർച്ചും അതിൻ്റെ അപ്ലിക്കേഷനും വേണ്ടിയുള്ള ഗ്രഫീൻ അറോറ സോൺ, അതും കളമശ്ശേരിയിൽ ഇപ്പോൾ കിഫ്ബി പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിന് പറ്റുന്ന രൂപത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ കണ്ടൊന്ന്, എങ്ങനെയാണ് ഒരു സിനിമ തന്നെ AI-യിൽ നിർമ്മിക്കാൻ പറ്റും, കഥ മുതൽ എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒന്ന് ടെല്ലിംഗ് ദ സ്റ്റോറി, ഒരു പുതിയ കമ്പനി അവിടെ കാണുകയുണ്ടായി. അത്തരത്തിലുള്ള നിരവധി സംവിധാനങ്ങൾ കളമശ്ശേരിയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ചിലത് പൂർത്തീകരിച്ചു, വൻകിട പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അത്തരം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിനെ കുറെ കൂടി ആളുകളിലേക്ക് എത്തിക്കാനും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആദ്യമായി മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നത്. ഡെൻസിലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ ചെറുപ്പമാണ് അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് ആ യുവ ഡെവലപ്പേഴ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം മികച്ച ക്രാഫ്റ്റ്സ്മാൻ ആയിട്ടുള്ള മലയാളത്തിലെ സംവിധായകൻ ആഷിഖ് അബു നമ്മളോടൊപ്പം ഇത് ലോഞ്ച് ചെയ്യാൻ എത്തിയതിന് അദ്ദേഹത്തോടു കൊണ്ട് നന്ദി കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനും ജനറൽ സെക്രട്ടറിയും ടീമും ഉണ്ട്. അവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഒപ്പമുണ്ടാകണം ഈ യാത്രയിൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ്, ഒരു പ്രദേശമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി സംഭവിച്ച മാറ്റങ്ങളെ പറ്റിയും പുറം ലോകം കുറച്ചൊക്കെ അറിയാം, എന്നാൽ ഒരുപാട് അറിയാത്ത വലിയ പദ്ധതികളെ പറ്റി എൻ്റെ രാജീവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആധുനികമായി ചിന്തിക്കുന്നൊരു ഗവൺമെൻറ് പുതിയ തലമുറയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും കണ്ടറിഞ്ഞ് രാജീവിടെ സൂചിപ്പിച്ചതുപോലുള്ള AR/VR പോളിസി തന്നെ നടപ്പാക്കിയ, ഇൻ്റർനെറ്റ് എന്നത് മൗലിക അവകാശമാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇനിയും ഈ പോളിസികൾ തുടരണം. ഈ ആവേശത്തോടു കൂടി തന്നെ കളമശ്ശേരിയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ P. രാജീവിനെ പോലുള്ള ഒരു നേതൃത്വം കളമശ്ശേരിക്ക് തുടർന്നും ഉണ്ടാവണമെന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ആവശ്യം. എല്ലാവരും P. രാജീവിനെ ചുറ്റിക അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്, ഒരിക്കൽ കൂടി തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറെ അഭിമാനത്തോടുകൂടി ഈ ആപ്പിൻ്റെ ഉദ്ഘാടനവും ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. ഒരു 2 വാക്ക് ഗെയിമിൻ്റെ പ്രസക്തിയെക്കുറിച്ച് കൂടി. ഒന്ന്, ഇങ്ങനെ ഒരു ഗെയിം ഒരു രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടിയിട്ട്, ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു പ്രസക്തി കൂടി ഇതിനുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ കാരണം, അങ്ങനെ ആലോചിക്കാൻ കാരണം, ഇപ്പോൾ ഈ
നമ്മളെല്ലാ കാലത്തും ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളാണല്ലോ പ്രചരണത്തിനും ആശയവിനിമയത്തിനും ധാരാളമായി ഉപയോഗിക്കുന്നത്. ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഗെയിമാണ് എന്നുകൂടി ഉള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് മിനിസ്റ്റർ ഇങ്ങനൊരു സാധ്യത ആലോചിച്ചത്. ഈ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ്, എല്ലാവരും ആണെന്ന് പറയല്ല, പക്ഷെ എന്നാൽ ഒരു വലിയ ജനവിഭാഗം ജെൻ സിയിൽപ്പെട്ടവരും ജെൻ ആൽഫയിൽപ്പെട്ടവരും സംസാരിക്കുന്ന ഭാഷ ഗെയിമിൻ്റേതു കൂടിയാണ്, പെരുമാറുന്ന ഭാഷ ഗെയിമിൻ്റേതു കൂടിയാണ് എന്ന തിരിച്ചറിവിൽ അവരിലേക്ക് എത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇങ്ങനെ ഒരു ഗെയിമിൻ്റെ പിന്നിൽ എന്നുകൂടി പറയുന്നത്. അതുകൊണ്ട് ആ ജനറേഷൻ്റെ പ്രതിനിധി കൂടിയായ കുസാറ്റിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഋതു പറഞ്ഞേ. ശരി, എല്ലാവർക്കും നമസ്കാരം. കുസാറ്റിൻ്റെ യൂണിയൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ, അതിലുപരി കുസാറ്റിലൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ കളമശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഞങ്ങളുടെ കുസാറ്റ് ഗ്രൗണ്ട് ഉൾപ്പെടുന്ന വികസനങ്ങളിൽ സാക്ഷിയായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അത്തരം വികസനങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലൊരു ഗെയിമിംഗ് ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആധുനികമായി തന്നെ ചിന്തിക്കുക എന്നതിലപ്പുറം ഇത് സാധ്യമാകണമെങ്കിൽ ഈ 10 വർഷം നമ്മുടെ രാജീവ് സാർ എടുത്ത എഫേർട്ട് എത്രത്തോളമാണെന്ന് ഈ ഗെയിമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയുള്ള കാലങ്ങളിലും ഇതേ എഫേർട്ട് തന്നെ സാറിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും നമുക്ക് തെറ്റാതെ ശരിയായ രീതിയിൽ തന്നെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തി ഇതുപോലെ ഇനിയൊരു 5 വർഷം കൂടി നമുക്കൊരു വികസനത്തിന് സാക്ഷിയാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കളമശ്ശേരി മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. പേപ്പർ വർക്കുകൾ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഇവ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വരൂ, നമുക്ക് ഈ പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാം. ഈ കാണുന്നത് കുസാറ്റ് ക്യാമ്പസിനായി പണിയുന്ന പുതിയ സ്റ്റേഡിയമാണ്. സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ ടർഫും എല്ലാം ഉണ്ട്. ഏകദേശം 10 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇത് കായിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. അടുത്ത ടാസ്കിന് തയ്യാറാണോ? നാൽപ്പത് വർഷം മുൻപ് അസ്തമിച്ച കരിമ്പ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിലൂടെ വീണ്ടും പുനരാരംഭിക്കുകയാണ്. കൃഷി നന്നായി മുന്നോട്ടു പോകാൻ വേണ്ട കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കൂ. ഗുണമേന്മയിൽ ലോകം കുതിച്ച രുചിയായിരുന്നു ആലങ്ങാടൻ ശർക്കരയുടേത്. ഇന്നത് വീണ്ടും പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം.
ഇത് ആദ്യത്തെ 2 ലെവലാണ്. ഇത് കൂടുതൽ ലെവലിലേക്ക് പോകും തോറും അതിൻ്റെ ചലഞ്ചസ് ഉണ്ടാവും, ഓപ്പോസിഷൻ ഫോഴ്സസ് ഉണ്ടാവും. ഇതിന് ഓരോ തരത്തിലും നമ്മൾ വെല്ലുവിളികൾ നേരിട്ട് ഈ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിൽ 14 ലെവലുകളായിട്ട് 14 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുടെ ഷോക്കേസിങ് കൂടിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്.